ഷിപ്പിലെ ഡെക്ക് സൈഡ് എല്ലാവരും കഴിഞ്ഞ വീഡിയോസിൽ കണ്ടുവന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഷിപ്പിന്റെ വലിയ എഞ്ചിൻ റൂം നമുക്കൊന്ന് കണ്ടാലോ. വാ. ആദ്യം തന്നെ ബോയിലർ പ്ലാറ്റ്ഫോമിൽ തുടങ്ങാം. ആവശ്യമായിട്ടുള്ള സ്റ്റീമും ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിൽ നിന്നാണ്. ഇവിടെ നേരെ പോയ ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഒരുപാട് മെഷീനറീസ് നമുക്ക് ഇവിടെ കാണാം. ഇതാണ് കംപ്രസർ. മെയിനായിട്ട് ഷിപ്പിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും മറ്റ് പർപ്പസിനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു എഞ്ചിൻ റൂമിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സൗണ്ട് ആയിരിക്കും. ഈ കാണുന്നതാണ് ഷിപ്പിന്റെ ഭീമാകാരനായിട്ടുള്ള എഞ്ചിൻ. ഇതിൽ നമ്മൾ കാറിനും ബൈക്കിനൊക്കെ പെട്രോൾ അടിക്കുന്ന പോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഹെവി ഫ്യൂവലാണ്. ഇതുപോലത്തെ ഒരു ഷിപ്പിന്റെ എഞ്ചിൻ ഡെയിലി ഓടിക്കണമെങ്കിൽ കുറഞ്ഞൊരു 15 lakhs എങ്കിലും ഡെയിലി വേണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചോദിക്കുന്ന പോലെ എത്ര ഉണ്ടാടാവേ ഷിപ്പിന്റെ മൈലേജ് എന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. പല പ്ലാറ്റ്ഫോം ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഷിപ്പിന്റെ എഞ്ചിൻ. ഏറ്റവും താഴത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഷിപ്പിന്റെ ക്രാങ്ക് കേസ് കാണാം. അവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഷിപ്പിന്റെ പ്രൊപ്പല്ലറിനെ കറങ്ങാൻ സഹായിക്കുന്ന ഷാഫ്റ്റ് കാണാം. അവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഷിപ്പിലേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ ഒരു മിനിറ്റിലൊന്നും ഷിപ്പിന്റെ എഞ്ചിൻ റൂം ഒന്നും കവർ ചെയ്യാൻ സാധിക്കില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും അതുപോലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ ഷിപ്പിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള വർക്ക് സ്പേസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും